ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഇന്നലത്തെ രാവിലത്തെ ഉച്ചയ്ക്കത്തെ രാത്രിത്തെ ഇന്ന് രാവിലത്തെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ അധികം ലെങ്ത് ഒന്നുമില്ല, കാരണം ഇന്നലെ എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ കൊറിയർ കവേഴ്സൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം. ശരിക്കും ഡാഡീനെ വിട്ടാൽ മതി എന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ ഡാഡിക്ക് ഓൾറെഡി ബിസിയാണ്, ഈ പറഞ്ഞ പോലെ പ്ലേറ്റിങ്ങിനും സാധനം എടുക്കാനും ഒക്കെ പോകുന്നതുകൊണ്ട് ഇത് വേറെ വഴിയിൽ കൂടെ പോകുന്നതുകൊണ്ട് ഞാൻ പോകണം എന്ന് പിന്നെ പറഞ്ഞില്ല കേട്ടോ. ഞാനും ഓർത്തു ഒരാഴ്ചയായി വീട്ടിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ആകെ പറഞ്ഞ പോലെ വീർപ്പ് മുട്ടലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് വരാം എന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബസ്സിന് പോകാമെന്ന് ചോദിച്ചാൽ ബസ് കാത്തു നിന്നിട്ട് ബസ്സും വരുന്നില്ല. കാരണം തോമു 12 മണിക്ക് വരുന്നതിന് മുമ്പേ വരാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ മമ്മിയും ഡാഡിയും വീട്ടിലുണ്ട്, എന്നാലും ഇതാണെന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ബസ്സിൽ വെച്ച് മറിയാമ്മയുടെ ചേച്ചീനെ കണ്ടതും സംസാരിച്ചതും ഒക്കെ. ആ ബസ്സിൽ ആദ്യം കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി എന്ന് തുഴഞ്ഞ് അവിടെ ടൗണിലെത്താനാണ്. പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഞാൻ ടൗണിൽ എത്തുമോ എന്നാണ്. കാരണം അതുമാതിരിയാണ് കേട്ടോ ബസ് പൊക്കോണ്ടിരുന്നത്. ആദ്യം സ്ലോയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ വരാൻ വൈകുമെന്ന്. പിന്നത്തെ എൻ്റെ സംശയം ഞാൻ ടൗണിൽ പോലും എത്തുമോ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ പോരാത്തതിന് ഞാൻ ആ പെട്ടിപ്പുറത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ഫ്രണ്ടിലാണ് എൻ്റെ മനസ്സിൽ ഇതേ പോയി ഞാൻ കഴിഞ്ഞു എന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ചിന്ത. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് വല്ലതും പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കയറിപ്പോയി 15 രൂപ കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇറങ്ങണ്ട, എന്നെപ്പോലെ കുറേ പേര് ആ വണ്ടിയിലുണ്ടല്ലോ, ആ ഒരു ഇതിൽ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് കാണും, കാരണം 2 പിള്ളേരെ വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ദേ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ജീവനോടെ ഞാൻ ടൗണിലെത്തി കേട്ടോ. പിന്നെ അവിടുന്ന് വേഗം സാധനം വാങ്ങിച്ചിട്ട് ഞാൻ പോയി. ഇന്ന് ജ്യൂസ് കുടിക്കാനും ഒന്നും കയറിയില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഓട്ടോയ്ക്കാണ് കേട്ടോ വന്നത്. കാരണം എനിക്ക് എൻ്റെ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, തോമുവിനെ വരുന്നതിന് മുമ്പ് വരണമല്ലോ. ഇന്ന് ഭാഗ്യത്തിന് ഡാഡി 12 മണിക്ക് ശേഷമാണ് വിളിക്കാനും പോയത്. അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവൻ വന്നത്. വരുമ്പോൾ ദേ കണ്ണടച്ച് പിടിച്ചിട്ടാണ് വരുന്നത്, എന്തിനാണെന്നറിയില്ല. അങ്ങനെ ദേ തോമുക്കുട്ടൻ വന്നു. പതിവ് പോലെ ലഞ്ച് ബോക്സ് ഓപ്പണിംഗ് സെറിമണിയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ഇന്നലെ കൊണ്ടുപോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ ബനാന മതി എന്ന് പറഞ്ഞിട്ട്. അവന് പ്രത്യേകിച്ച് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വരുന്ന പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, പക്ഷെ കാണാൻ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. അപ്പോൾ അത് 2 പഴം കൊടുത്തു വിട്ടാൽ അവൻ കഴിച്ചിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. അങ്ങനെ അത് കണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുക എനിക്ക് സർപ്രൈസ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചപ്പം തോമുക്കുട്ടന് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ തോമു ഹാപ്പി, അമ്മയും ഹാപ്പി അല്ലേ ചാക്കോ? ആ അങ്ങനെ ഇന്ന് ഇത് ചാക്കോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചേട്ടനും അനിയനും കൂടെ ചാക്കോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡാഡി പോയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഉറങ്ങി എണ്ണീറ്റ് വരികയാണ്. കണ്ടോ ചിരിച്ച് ഉല്ലസിച്ച് ഡാഡിയുടെ കൂടെ സ്കൂട്ടറിൽ വരാൻ ഏറ്റവും ഇഷ്ടം ചാക്കോയ്ക്കാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, മുടിയൊക്കെ പറഞ്ഞു ഡാഡിയെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിട്ടാണേ വരാറ്. അങ്ങനെ അതേ മമ്മീനെ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. മമ്മി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പമ്മി നോക്കൂ കേട്ടോ. കണ്ട ഇന്ന് ചാക്കോയും സ്നാക്സ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അവനവൻ്റെ പാത്രത്തിലെ വേസ്റ്റൊക്കെ അവൻ തന്നെ കൊണ്ട് കളഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെ, അടുത്ത ബോക്സ് തുറക്കുകയാണ് ചാക്കോൻ്റെ മെയിൻ ലഞ്ച് ബോക്സ് ആണ് കണ്ടോ. അതിലൊരു അംശം കിട്ടി, അതെടുത്ത് വായിലിട്ട് എന്താ ചെയ്യുക, ദാരിദ്ര്യമാണ്. അങ്ങനെ തുറന്ന് കാണിച്ചു. ഇന്നലെ അവർക്ക് 2 പേർക്കും നൂലപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ നൂലപ്പം ഫുൾ ഫിനിഷ് ആക്കിയിട്ടാണ് ചാക്കോക്കുട്ടൻ വന്നത് അല്ലേ. ഗുഡ് ബോയ് ആണ് ചാക്കോ. ആ ചാക്കോയ്ക്ക് ആരാ ഭക്ഷണം വാരി തരിക? തന്നെയാണോ കഴിക്കണേ? മാം വാരി തരുമോ? ആ അപ്പോൾ ചാക്കോ ഗുഡ് ബോയ് ആയിട്ട് തന്നെ കഴിക്കൂട്ടോ. അങ്ങനെ വൈകുന്നേരം വന്ന് ആദ്യം ചായ വെച്ചിട്ട് ഇവർക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് കേട്ടോ. പാച്ചുവിനും ചാക്കോനും ഉള്ള ബനാന. തോമുവിന് ബനാന വേണ്ടാന്ന് പറഞ്ഞു, കാരണം തോമു ഓൾറെഡി സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുകൊണ്ട് തോമു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കുള്ളതും എല്ലാവർക്കും ഉള്ള ചായയൊക്കെ ഞാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് ഭക്തി കൂടിയോ എന്നൊരു സംശയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെൻസസിൻ്റെ ആള് വന്നത് കേട്ടോ. അപ്പോൾ അവർ പോയപ്പം ഡാഡി കൈയോടെ എന്നാൽ പിന്നെ ഗേറ്റും അടച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ആരും വരാനും പോകാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാഡിയും മോനും കൂടെ പോയിട്ട് ഗേറ്റ് അടയ്ക്കുന്നുണ്ട്. ചാക്കോ ആക്ച്വലി ആ ചേച്ചീനെ യാത്രയാക്കാൻ പോയതാണ്. ആ കൂട്ടത്തിൽ ഡാഡിയും പോയി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ഓടി വരുന്നുണ്ട്, ഡാഡി ഓടിച്ച വഴിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അവൻ. അങ്ങനെ ചിരിച്ച് കളിച്ച് വരുന്നുണ്ട്. ഇത് മറ്റേ നമ്മുടെ മാവ് അരച്ച് വെക്കാണ് കേട്ടോ. ഈ മാവിൻ്റെ അളവ് നിങ്ങൾ നോക്കണേ.
പിന്നെ ഇത് മാവിൻ്റെതായ പാത്രങ്ങളാണ് കേട്ടോ ഇത് മൊത്തം. അങ്ങനെ 7 മണിയായി. അപ്പം ഞാൻ വിചാരിച്ചു കരുണക്കൊന്ത വെച്ച് കേൾക്കാം. പാത്രം കഴുകുമ്പോൾ കരുണക്കൊന്ത വെച്ച് കേൾക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വേഗം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നും രാത്രി കഞ്ഞിയാണ്, മുളക് പൊട്ടിച്ചാൽ മതിയെന്ന് ഡാഡി പറഞ്ഞു കേട്ടോ. അപ്പം മുളക് പൊട്ടിച്ചത് മാങ്ങാച്ചാറും കൂട്ടിയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വേഗം ചമ്മന്തി അടിച്ചിട്ട് ഞാൻ പോയി. പിന്നെയുള്ളതൊന്നും കഥകളാണ് കേട്ടോ. ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റ് ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് ഇന്ന് രാവിലെ കേട്ടോ. ഇന്ന് വരാൻ കുറച്ച് വൈകി, കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറങ്ങുന്നതിൻ്റെ അല്ല, മോറോവർ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഉറങ്ങും. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഇത് കണ്ടോ, നല്ലപോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇഡ്ഡലി ഭയങ്കര ഹാർഡാവും കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടെ നല്ല പോലെ ഇളക്കും കേട്ടോ. ഇല്ലെങ്കിൽ അടിയിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഉപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ മൊത്തത്തിൽ ഇളക്കിയിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പാച്ചുനുള്ള മുട്ട തിളപ്പിക്കാനായിട്ടു ഈസി എന്നല്ല ലേസി സാമ്പാർ വെച്ചു. ഇഡ്ഡലിക്കുള്ളത് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ തോമുവിന് ഗോതമ്പ് ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കഴിക്കണ ഭക്ഷണം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് ഒരു തുണ്ട് മാവ് എടുത്തിട്ട് അവന് മാത്രം അടിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇഡ്ഡലിയാണ്. പാച്ചുവിന് വലിയ ഇഡ്ഡലിയാണ് കേട്ടോ കൊടുത്തു വിടാറ്. കുഞ്ഞു ഇഡ്ഡലി ചാക്കോയ്ക്ക് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ. അപ്പോൾ തോമുവിനുള്ള 2 ദോശ വെച്ചിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഷേക്ക് കുടിച്ചിട്ടാട്ടോ പോവുക. അങ്ങനെ പാച്ചുവിൻ്റെ സ്നാക്സ് ബോക്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും അതിൽ കൊടുക്കും. ചാക്കോനുള്ള ബോക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കള വേഗം ഒതുക്കി ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിച്ചു. കാരണം എനിക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചാക്കോൻ ഇതിനും നമ്മുടെ തോമുകൂടുള്ള ഷേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാമേ. അപ്പോൾ ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്നലെ സത്യം പറഞ്ഞാൽ പേടിച്ചൊരു ദിവസമാണ് കേട്ടോ. ചാക്കോ ഇടയ്ക്ക് മിഠായിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പല്ലുവേദന പറയാറുണ്ടെങ്കിലും പല്ല് കേടാണ്. അണപ്പല്ല് ഇവിടുത്തെ പല്ലും കേടാണ്. പക്ഷെ അങ്ങനെ ഇതുവരെ സിവിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഐസ്ക്രീം കഴിക്കുമ്പോഴും മിഠായി കഴിക്കുമ്പോഴും മാത്രമേ നമ്മളോട് പല്ലുവേദന പറഞ്ഞിട്ടുള്ളൂ. അതും വളരെ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ അവനത് മറന്നു പോകും. പിന്നെ വേറെ ഭക്ഷണം കഴിക്കുമ്പോഴൊന്നും അവൻ സാധാരണ കുഴപ്പമുണ്ടാവാറില്ല. പക്ഷെ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും ഒക്കെ ആക്റ്റീവാണ്. വൈകുന്നേരം പിള്ളേരുമായിട്ട് കളിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ചു. ഒരു 8 മണി ആയപ്പോൾ തൊട്ട് ഞാൻ അടുക്കളയിൽ നിന്നപ്പോൾ തൊട്ട് ആദ്യം ഉറങ്ങണമെന്ന് പറഞ്ഞു കരഞ്ഞു. പിന്നെ പതുക്കെ പല്ലുവേദനയിലേക്ക് പറഞ്ഞു. ഇങ്ങനെ കുട്ടി പല്ല് പിടിച്ച് ജീവൻ പോണ പോലെ കരയാണ്. എനിക്കൊന്നും ചിലപ്പോൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. ഈ 3 വർഷത്തിനിടയ്ക്ക് കരഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടി ജീവനും പ്രാണനും പോയിട്ട് കരയാണ്. ഞാൻ കുറെ ആശ്വസിപ്പിച്ചു. കുറച്ചു നേരം ഇരിക്കും, പിന്നെയും വേദന വരും. എനിക്ക് തോന്നുന്നു ഫുഡ് എന്തെങ്കിലും കയറി ഇരുന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അവൻ അത്രയും വേദന എടുത്ത് കരഞ്ഞിട്ടുണ്ടാവുക. അയ്യോ, എനിക്ക് അറിയില്ല. രാത്രി പിന്നെ ഡിംപിള് പാച്ചുവിന് പാരസെറ്റമോൾ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അതും കൊടുത്ത് കരഞ്ഞു എന്ന് വെച്ചാൽ കരഞ്ഞു. അപ്പം കറക്റ്റ് ഞാൻ കഞ്ഞി വെക്കാൻ നിൽക്കുന്ന നേരമായിരുന്നു. വേഗം അത് കുക്കറിലിട്ടിട്ട് ചമ്മന്തി അരച്ചിട്ട് ഞാൻ വന്നു. കുക്കർ മമ്മിയോട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കയറി വന്നു കേട്ടോ. കാരണം കൊച്ചു അത്രയ്ക്കും കരച്ചിലാണ്. ഉറക്കം ഒരു സൈഡ് വരുന്നു. പിന്നെ ബാത്റൂമിൽ കൊണ്ട് കുളിപ്പിച്ച് ബ്രഷ് ചെയ്യിച്ചപ്പോൾ അവനൊരു ആശ്വാസം കിട്ടി. എനിക്ക് തോന്നുന്നു ഫുഡ് എന്തെങ്കിലും കയറി ഇരുന്നിട്ട് മീൻസ് വേദന എടുത്ത് തുടങ്ങിയതായിരിക്കണം അവന്. ഇന്നലെ ഒരു രാത്രി എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ എന്തിട്ടാ ഉണ്ടായെന്നുള്ളത്. ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പാച്ചുവിന്റെ ഡോക്ടർ തരിയനെ വിളിക്കാമെന്ന് വിചാരിച്ച, പാച്ചുവിന്റെ സർജറി ചെയ്ത ഡോക്ടറിനെ. അങ്ങനെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടറിനെ രാത്രി വിളിച്ചു. ഡോക്ടർ എടുത്തു. ഭാഗ്യത്തിന് ഡോക്ടർ എടുത്തു. ഇപ്പൊ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല, കാണാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തൽക്കാലം അവന്റെ ഒരു ആശ്വാസത്തിന് പാരസെറ്റമോൾ കൊടുക്ക്. അത്രയും സിവിയർ പെയിൻ എടുക്കണമെങ്കിൽ അകത്ത് പഴുപ്പ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതായിരിക്കും അവൻ അത്രയും കരഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എനിക്കും തോന്നി അത്രയ്ക്കും പെയിൻ എടുത്തിട്ടായിരിക്കും അവൻ കരഞ്ഞിട്ടുണ്ടാവുക. പിന്നെ പാരസെറ്റമോൾ കൊടുത്തപ്പോഴാണ് ഓക്കെ ഒന്ന് ശാന്തനായത് കേട്ടോ. പിന്നെ ഞാൻ സ്കൂളിൽ വിളിച്ചു ചോദിച്ചു, രാവിലെ എങ്ങാനും അവിടെ പറഞ്ഞിരുന്നോ പല്ലുവേദനയാന്നുള്ളത്. പിന്നെ ഉടനെ മാം അവന്റെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, CCTV വേണമെങ്കിൽ നോക്കാം. പക്ഷെ ടീച്ചേഴ്സിനോടായിട്ട് വേദനയാന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ ആക്റ്റീവായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം മാത്രമാണ് അവന് കരഞ്ഞത്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അവന് ഉറക്കത്തിൽ നിന്ന് കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ കരയാറുണ്ട്, ഉച്ച കഴിഞ്ഞത്തെ ഉറക്കം പ്രത്യേകിച്ച്. അങ്ങനെ എന്താണ്
അങ്ങനെ അവിടെ നിന്ന് സ്കൂളിൽ നിന്നും പറഞ്ഞു. അപ്പം തരികേണ്ട ഓപ്ഷൻ രാവിലെ 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു കാണിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ രാത്രി സത്യം പറഞ്ഞാൽ പല്ലുവേദനയായിട്ടല്ല അവൻ കരഞ്ഞത്. പിന്നെ വെളുപ്പിനേക്ക് ആയപ്പോ അപ്പേനെ ചോദിച്ചിട്ടാണ് കരഞ്ഞത് കേട്ടോ. എനിക്ക് ഇവരിൽ രണ്ടുപേരിലും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം, ഡോൺ ചേട്ടനില്ലെങ്കിൽ അവര് ഇമോഷണലി ഭയങ്കര വീക്കാവും. എന്നെ പോലെ ആയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ ചാക്കോ ഞാൻ ഓർത്ത് ഇനി പല്ലുവേദന ഒന്നും, ഞാൻ പറഞ്ഞില്ലേ വേദന എടുത്ത് കരഞ്ഞ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സങ്കടം വരും എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അപ്പനെ ചോദിച്ച് കരയുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഉറങ്ങി. പക്ഷെ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഉറക്കത്തിൽ. ഇനി കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ചു. കാരണം പിള്ളേര് ഫുൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. പിള്ളേരെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ പല്ലുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാ പോണേന്നില്ലേ. അങ്ങനെ നേരം വെളുപ്പിച്ചു. അപ്പൊ ഞാനിപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. വന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ലഞ്ച് വെക്കാന്ന് വിചാരിച്ചു. പിടിച്ചു നിൽക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഞാനിന്ന് മീൻകറി വെക്കണം എന്നൊക്കെ വിചാരിച്ച് ഇന്നലെ വൈകുന്നേരം ഫ്രീസറിൽ നിന്ന് മീനെടുത്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല. സംഭവം പല്ലുവേദനയാണ്. എനിക്ക് കൂടെ ഡോൺ ചേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു ടെൻഷനാണ് കേട്ടോ. കാരണം ഡോൺ ചേട്ടൻ പിടിച്ചാലേ ഇവൻ നിൽക്കുള്ളൂ. ഇനി പോകുമ്പോ എന്തെങ്കിലും പല്ലടയ്ക്കണമെന്നൊക്കെ വല്ലതും പറഞ്ഞാൽ ഞാൻ ആ നക്ഷത്രവും ആകാശവും ഒക്കെ ചെന്ന് കാണും. അപ്പൊ ആദ്യം എന്തായാലും പഴുപ്പുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് തരാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാണ്ട് അത് അങ്ങനെ കഴിഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞിച്ചാക്കോ ആണ്. അപ്പോ പല്ലുവേദനയാണ്, നിസ്സാരാണ്, ഓക്കെ. പക്ഷെ ആസ് ഒരു മദർ എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എന്താണ് നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുക. വലിയൊരു സീരിയസ് ഇഷ്യൂയിലേക്ക് പോവാണ്ട് എളുപ്പം ആ ഒരു പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റണേന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ, ടേക്ക് കെയർ.